ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. 8ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മെച്ചുപോർട്ടിന്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മക്കളെ, ഈ വരുന്ന ഓണം എക്സാമിന് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? ചോദ്യം ഇതാണ്: ഇൻക്ലാബ് സിന്ദാബാദ് ഉറുദു കെ ഏക് മഷ്ഹൂർ നാരാ ഹെ. ഇൻക്ലാബ് സിന്ദാബാദ് എന്നത് ഉറുദുവിൽ എഴുതപ്പെട്ട ഏക് മഷ്ഹൂർ നാരാ ഹെ, ഒരു പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യമാകുന്നു. നാര എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം. ജോ അത് കെ ആസാദി കി ലഡായിമേ, സ്വാതന്ത്ര്യ സമര യുദ്ധങ്ങളിൽ ഗൂഞ്ച് ഉടുത്താത, മുഴങ്ങിക്കേട്ടിരുന്നു. ഗൂഞ്ച് ഉടുത്താത, മുഴങ്ങിക്കേട്ടിരുന്ന ഒരു മുദ്രാവാക്യമാണ് ഇൻക്ലാബ് സിന്ദാബാദ് എന്നത്. ഹുബ്ബെ വത്തൻ കാ ജസ്ബ പൈദേ കർണേ വാലെ. ഹുബ്ബെ വത്തൻ, രാജ്യസ്നേഹം. ഹുബ്ബെ വത്തൻ കേട്ടോ, ഹുബ്ബെ വത്തൻ കാ ജസ്ബ പൈദാ കർണേ വാലെ, രാജ്യസ്നേഹം തുളുമ്പുന്ന തരത്തിലുള്ള ചന്ദ് നാരാ ജമ്മുകേജിയെ, ചില മുദ്രാവാക്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയാലും. അപ്പോൾ രാജ്യസ്നേഹം തുളുമ്പുന്ന തരത്തിലുള്ള ചില മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദ്യം വരാറുണ്ട്, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ നമ്മുടെ എന്ത് പറയും, പ്ലക്കാർഡുകള്. നാര എന്നാണ് ഉറുദുവിന് പറയാ. ഉറുദുവിൽ എന്താ നമ്മൾ പറയാ? നാര. നാര എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം. നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. നാര എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം. ഓക്കെ, നോക്കാം നമുക്ക്. ഒരു എക്സാമ്പിൾ: ജീന ഔർ മർന വത്തൻ ഖേലിയെ. ജീന എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കുക. ഒന്നെങ്കിൽ ജീവിക്കുക, ജീന, അല്ലെങ്കിൽ ഔർ, അല്ലെങ്കിൽ മർന വത്തൻ ഖേലിയെ. ഒന്നെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, അത് വത്തൻ ഖേലിയെ, അത് രാജ്യത്തിന് വേണ്ടി എന്നുള്ളതാണ്. ഓക്കെ, ജീന ഒന്ന് നോട്ട് ചെയ്തോളൂ. ജീന ഔർ മർന, ഒന്നെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, വത്തൻ ഖേലിയെ, വത്തൻ കേലിയെ, രാജ്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് എഴുതിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ജീന, ജീവിക്കുക, അല്ലെങ്കിൽ ഔർ മർന, അല്ലെങ്കിൽ മരിക്കുക, വത്തൻ കേലിയെ, രാജ്യത്തിന് വേണ്ടിയിട്ട്. ആസാദി ഹമാര ഹക്ക് ഹെ. ആസാദി, സ്വാതന്ത്ര്യം എന്നത് ഹമാര ഹക്ക് ഹെ, നമ്മുടെ ഹക്കാകുന്നു, നമ്മുടെ അവകാശമാകുന്നു. സ്വാതന്ത്ര്യം എന്നത് ഞങ്ങളുടെ അവകാശമാകുന്നു. ഹമാര ഹക്ക് ഹെ, നോട്ട് ചെയ്യണേ. അതുപോലെ അംഗ്രേസിയും ബ്രിട്ടീഷുകാരെ ഭാരത് ജോഡോ. ബ്രിട്ടീഷുകാരെ ഭാരത് ജോഡോ, നിങ്ങൾ ഇന്ത്യ വിടൂ. അംഗ്രേസിയും ഭാരത് ജോഡോ. ഓക്കെ, അടുത്തൊരു പോയിന്റ് ഇതാണ്: ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. ഓക്കെ, അടുത്തൊരു പോയിന്റ്: ഏക് ഹി നാര, ഒരേ ഒരു മുദ്രാവാക്യം. ഏക് ഹി നാം, ഒരേ ഒരു പേര്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ഇന്ത്യ ജയിക്കട്ടെ, അല്ലെ? ഏക് ഹി നാര, ഒരേ മുദ്രാവാക്യം. ഏക് ഹി നാര, ഒരേ ഒരു മുദ്രാവാക്യം. ഏക് ഹി നാം, ഒരേ ഒരു പേര്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള, കുറഞ്ഞ, നമ്മുടെ രാജ്യസ്നേഹത്തോട് തുളുമ്പുന്ന തരത്തിലുള്ള ചില മുദ്രാവാക്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. ജീന ഔർ മർന, ഒന്നെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, വത്തൻ കേലിയെ, രാജ്യത്തിന് വേണ്ടിയിട്ട്. ആസാദി ഹമാര ഹക്ക് ഹെ, സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ അവകാശമാകുന്നു. അംഗ്രേസിയും ഭാരത് ജോഡോ, ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിടൂ. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. ഏക് ഹി നാര, ഒരേ ഒരു മുദ്രാവാക്യം. ഏക് ഹി നാം, ഒരേ ഒരു പേര്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. അപ്പോ നമ്മൾ നിർബന്ധമായിട്ടും മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കാൻ പഠിച്ചിരിക്കുക എക്സാമിന് പോകുമ്പോൾ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ. ഖുദാ ഹാഫിസ്. ബൈ.